1960കളിലും 70കളിലും നമ്മുടെ കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ നിന്ന് ഗൾഫ് കുടിയേറ്റം വ്യാപകമായി നടന്നു. അന്നു മുതൽ ഇങ്ങോട്ട് ആഗോളതലത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം വരുന്ന രാജ്യം ഇന്ത്യയും, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശ പണം വരുന്ന സംസ്ഥാനം കേരളവുമാണ്. എന്നാൽ ഇപ്പോൾ കേരളത്തെ വെട്ടി മഹാരാഷ്ട്രയാണ് വിദേശത്ത് നിന്ന് ഏറ്റവും കൂടുതൽ പണം എത്തുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ പ്രവാസികൾ വർഷം തോറും ഗൾഫിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ജോലി ചെയ്തിട്ടും കേരളത്തിലേക്ക് എത്തേണ്ട, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പങ്കുവഹിക്കേണ്ട പണത്തിന്റെ വിഹിതം ഇത്ര കണ്ട് കുറയാൻ കാരണം എന്തായിരിക്കും? ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ പണത്തിന്റെ അളവിൽ വിദഗ്ധ തൊഴിലാളികളുടെ കുടിയേറ്റം ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള പ്രവാസികളിൽ ഭൂരിഭാഗവും UAE-യിലും GCC രാജ്യങ്ങളിലുമാണുള്ളത്. GCC ആധിപത്യമുള്ള പ്രവാസി വിപണിയെന്ന് വിശേഷിപ്പിക്കാവുന്ന കേരളത്തിൽ വിദേശ പണം വരവിൽ ഇത്രയധികം കുറവ് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കോവിഡ് സമയത്ത് പണം വരവിൽ അല്പം കുറവ് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ അതിനുശേഷം ഒരു സ്ഥിരതയുണ്ടാവുകയും കുടിയേറ്റം കുറഞ്ഞെങ്കിലും ഈ സ്ഥിരത നിലനിർത്തുന്നുണ്ടെന്നുമാണ് വിദഗ്ധർ പറയുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് ഈ സാമ്പത്തിക വർഷം പ്രവാസികളുടെ പണമയക്കൽ മൂല്യം 10% വർദ്ധിച്ചതായി ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ചെയർമാനും സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ മുൻ പ്രൊഫസറുമായ S. ഇരുദയരാജൻ പറയുന്നു. വിദേശത്തുള്ള 10 പ്രവാസികൾ നേരത്തെ നാട്ടിലേക്ക് $500 അയച്ചിരുന്നെങ്കിൽ ഇന്ന് ഒരാൾ മാത്രം അത്രയും തുക ഒറ്റയ്ക്ക് അയക്കുന്നുണ്ട്. 2022-ൽ 1,10,000 കോടി രൂപയാണ് പ്രവാസികൾ കേരളത്തിലേക്ക് അയച്ച പണം. സമീപ വർഷങ്ങളിലെ പ്രവണത പരിശോധിച്ചാൽ ഇന്ത്യയുടെ ഇൻവേർഡ് റെമിറ്റൻസിൽ കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. 2016-17 GCC-യിൽ നിന്നുള്ള പണമയക്കൽ 50% ആയിരുന്നെങ്കിൽ 2020-21 ആയപ്പോഴേക്കും ഇത് 30% കുറഞ്ഞു. ഇതിനിടയിലാണ് പണമയക്കുന്നതിൽ കേരളത്തെ പിന്തള്ളി മഹാരാഷ്ട്ര ഒന്നാമതെത്തുന്നത്. GCC രാജ്യങ്ങളിൽ നിന്നുള്ള പണമയക്കൽ ഗണ്യമായി കുറയുകയാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിന്റെ അനുപാതം വർദ്ധിക്കുമ്പോഴും കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയ പരമ്പരാഗത വിദേശ പണം വരവ് സ്രോതസ്സുകൾ നൽകിക്കൊണ്ടിരുന്ന സംഭാവന കുറയുന്നുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെ മൊത്തം NRI പണത്തിന്റെ 19% കേരളത്തിലേക്കായിരുന്നെങ്കിൽ ഇന്നത് 10% മാത്രമാണെന്ന് CSB ബാങ്ക് റീറ്റെയിൽ മേധാവി നരേന്ദ്ര ദീക്ഷിത് പറയുന്നു. കണക്കുകളനുസരിച്ച് കേരളത്തിലേക്ക് UAE-യിൽ നിന്നുള്ള പണം വരവ് 2016-ൽ 26.9% ആയിരുന്നെങ്കിൽ ഇപ്പോഴത് 18%. വിദഗ്ധ തൊഴിലാളികളുടെ ഡിമാൻഡ് മാറുന്നതും എണ്ണവില കുറയുന്നതും പണമയക്കലിനെ ബാധിക്കുന്ന ഘടകങ്ങളിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിലേക്ക് എത്തുന്ന ഗൾഫ് പണത്തിന്റെ 35.2% മഹാരാഷ്ട്രയിലേക്കാണ്. ഇത് കേരളത്തിലേക്ക് വരുമ്പോൾ ഇന്നത്തെ കണക്ക് 10%-ഓളം മാത്രം. റിസർവ് ബാങ്കിന്റെ 5ാം റൗണ്ട് റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് ഈ കണ്ടെത്തലുകളെല്ലാം. ധനമന്ത്രി KN ബാലഗോപാൽ 2023-ലെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് അവതരിപ്പിക്കവെ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഗൾഫിൽ നിന്ന് ഇന്ത്യയിലേക്കെത്തുന്ന മൊത്തം വിദേശ പണത്തിന്റെ 10.2% മാത്രമാണ് കേരളത്തിലേക്ക് വരുന്നത്. തമിഴ്നാട്, ഡൽഹി, കർണാടക, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, പഞ്ചാബ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളാണ് വിദേശ പണം വരവിൽ മഹാരാഷ്ട്രയ്ക്കും കേരളത്തിനും പിന്നിലുള്ളവ. 1.9% രേഖപ്പെടുത്തിയ ജാർഖണ്ഡാണ് വിദേശ പണമൊഴുക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം. ഈ സംസ്ഥാനങ്ങളെ കൂടി പരിശോധിച്ചാൽ കേരളത്തിന് പുറമെ തമിഴ്നാടിന്റെയും കർണാടകയുടെയും ഇൻവാർഡ് റെമിറ്റൻസിൽ കാര്യമായ കുറവുണ്ടായി. 2016-17 മുതലുള്ള മൊത്തം പണമയക്കലിന്റെ 25% പണം മാത്രമാണ് 2020-21 വർഷം ആ സംസ്ഥാനങ്ങളിലേക്ക് എത്തിയത്. RBIയുടെ 5ാം റൗണ്ട് സർവേ പ്രകാരം GCC രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള അന്താരാഷ്ട്ര പണലഭ്യതയുടെ പങ്ക് 2016-17-ലെ 50%-ൽ നിന്ന് 30%-ആയി കുറഞ്ഞു. ചുരുക്കത്തിൽ കുടിയേറ്റം ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ മൂലം ഇൻവാർഡ് റെമിറ്റൻസ് സൃഷ്ടിക്കുന്നത് കേരളത്തിലെ സാമ്പത്തിക മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ്. 19ാം നൂറ്റാണ്ട് മുതൽ ആരംഭിച്ച കുടിയേറ്റം വ്യവസായ വിപ്ലവത്തോടെ വ്യാപകമായി. മെച്ചപ്പെട്ട തൊഴിലവസരങ്ങളും സാമ്പത്തിക സുരക്ഷിതത്വവും തേടി ലക്ഷക്കണക്കിന് ആളുകൾ വിദേശത്തേക്ക് പറന്നു തുടങ്ങി. 2018-ലെ CCSന്റെ കേരള മൈഗ്രേഷൻ സർവേ പ്രകാരം കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുടിയേറ്റം നടക്കുന്നത് മലപ്പുറത്തു നിന്നാണ്. കണ്ണൂർ, കൊല്ലം, കോഴിക്കോട്, കോട്ടയം എന്നിവയാണ് പിന്നിൽ. ചുരുക്കത്തിൽ കേരളത്തിൽ നിന്നുള്ള ഗൾഫ് കുടിയേറ്റമാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ നിർണായക സ്വാധീനം ചെലുത്തിയത്. 60കളിലും 70കളിലും രാജ്യാന്തര വിപണിയിൽ എണ്ണവിലയിലുണ്ടായ വർധനവ് കാരണം രാജ്യങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധി നേടി. തുടർന്ന് ഗൾഫ് രാജ്യങ്ങളിൽ വ്യാപാരവും തൊഴിലവസരവും വർദ്ധിച്ചതോടെ മലയാളികൾ കൂട്ടത്തോടെ ഗൾഫ് നാടുകളിലെത്തി. 80കളായപ്പോഴേക്കും ഈ കുടിയേറ്റം വലിയ തോതിൽ വ്യാപിച്ചു. രവി പിള്ളയും CK മേനോനും MA യൂസഫലിയും അടക്കമുള്ള പ്രവാസി വ്യവസായികൾ ഗൾഫ് രാജ്യങ്ങളിലെ വലിയ തൊഴിൽദാതാക്കളായതും ഇത് ഗൾഫ് മേഖലയിലും കേരളത്തിലും സാമ്പത്തിക വളർച്ച സൃഷ്ടിച്ചതും ഈ കുടിയേറ്റങ്ങളുടെ ഫലമാണ്. സാമ്പത്തിക മാന്ദ്യവും എണ്ണവിലയിലെ ഇടിവും ഗൾഫ് രാജ്യങ്ങളെ ബാധിക്കുന്നതോടെ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസി പണമൊഴുകുന്ന രാജ്യമെന്ന നിലയിൽ ഇന്ത്യയെ ഇത് മോശമായി ബാധിക്കുമെന്ന് നേരത്തെ തന്നെ പ്രവചനങ്ങളുണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ GCC രാജ്യങ്ങളാണ് കുടിയേറ്റത്തിനായി തെരഞ്ഞെടുത്തിരുന്നതെങ്കിൽ ഇന്ന് മലയാളികൾ കൂടുതലായും ചേക്കേറുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ്.
ജോലിക്കും പഠനത്തിനും ഇങ്ങനെ പോകുമ്പോൾ വലിയൊരു സംഖ്യ ചിലവാകുന്നുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് പങ്കുവഹിക്കേണ്ട ഈ തുക വിദേശത്തേക്കൊഴുകുന്നതും പ്രതിസന്ധിക്കാക്കം കൂട്ടുന്നു. 15 മുതൽ 20 ലക്ഷം രൂപ വരെ താമസത്തിനും വിദ്യാഭ്യാസത്തിനുമായി മലയാളി വിദ്യാർത്ഥികൾ പുറത്ത് ചിലവഴിക്കുമ്പോൾ കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ നിന്ന് ഒരു വർഷം പുറത്തേക്കൊഴുകുന്നത് ഏതാണ്ട് 5000 മുതൽ 7000 വരെ കോടി രൂപയാണ്. 2018 കേരള മൈഗ്രേഷൻ സർവേ പ്രകാരം 21,21,887 പ്രവാസികൾ കേരളത്തിൽ നിന്നുള്ളവരാണ്. ഇത് 2016 കേരള മൈഗ്രേഷൻ സർവേയേക്കാൾ 1.49 ലക്ഷവും 2013 സർവേയേക്കാൾ 2.78 ലക്ഷവും കുറവാണ്. ഇതും കേരളത്തിലേക്കുള്ള വിദേശ പണത്തിന്റെ ഒഴുക്ക് കുറച്ചിട്ടുണ്ടെന്ന് വ്യക്തം.